മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം നൽകാത്തതിനെതിരെ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം നടക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള UDF LDF എംപിമാരാണ് പാർലമെന്റിന് പുറത്ത് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഡൽഹി പാർലമെന്റിനുള്ളിൽ നിന്നും ടെലിഫോണിൽ ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. ഈ പ്രതിഷേധം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ BJP ഒഴികെയുള്ള എല്ലാ ആളുകളും ഈ പ്രതിഷേധത്തിലുണ്ട്. കേരളത്തിലെ UDF LDF എംപിമാർ മുഴുവതിൽ പങ്കെടുക്കുന്നു. ഇതിന് പോരാത്തതിനാണ് ഈ നമ്മുടെ കേരളത്തിൽ നടത്തിയ രക്ഷാദൗത്യത്തിൻ്റെ പണം കൂടി ചോദിച്ചുകൊണ്ട് കത്ത് വന്നിരിക്കുന്നത്. വളരെ പ്രതിഷേധാർഹമായൊരു നിലപാടാണ് കേന്ദ്രം ഈ കാര്യത്തിൽ അവലംബിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ബൽറാം നെടുങ്ങാടി ടെലിഫോണിൽ. ബൽറാം, പറയൂ. SKN കേരളത്തിൽ അല്ലെങ്കിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒരു രൂപ പോലും സഹായം കേന്ദ്രം നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇപ്പോൾ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള എല്ലാ ലോക്സഭാ എംപിമാരും ഒപ്പം 2 രാജ്യസഭാ എംപിമാരുമാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള 24 എംപിമാർ ഒപ്പിട്ട ഒരു നിവേദനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്ക് കൈമാറിയിരുന്നു. ആ നിവേദനം നൽകി 10 ദിവസം ഇന്ന് പൂർത്തിയാകുമ്പോഴും യാതൊരു തരത്തിലുള്ള അനുകൂല സമീപനവും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എംപിമാർ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ നിവേദനം സ്വീകരിച്ച ശേഷം നൽകിയ മറുപടി എന്നുള്ളത് കേരളത്തെ കുറ്റപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. കൂടാതെ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സഹായം വൈകിപ്പിക്കുകയാണ്, പരിഗണനയിലാണ് ഇക്കാര്യം എന്ന മറുപടി മാത്രമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ആഭ്യന്തര സഹമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ കേരളത്തിൽ നിന്നുള്ള എംപിമാർക്ക് ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി അടക്കം ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു തീരുമാനം. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ലോക്സഭയിൽ ഭരണഘടന സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിന് മുന്നോടിയായാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ നീതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം. വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നാണ് എംപിമാർ വ്യക്തമാക്കുന്നത്. SKN.